എന്താണെന്നറിയില്ല, എന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. വേറെ ആരൊക്കെയോ വന്നിട്ട് വിസ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിസ ഉണ്ടെന്ന് പറഞ്ഞ് വിസ കാണിച്ചു കൊടുത്തു. എല്ലാവരും വീഡിയോ എടുത്തോ നടക്കുന്നത്. ഇവിടെ മദ്യമോ അല്ലെങ്കിൽ ഷാമ്പയിനോ ഒന്നും കിട്ടില്ലല്ലോ. ഇത് ഞാൻ ഉദ്ദേശിച്ച അത്ര പ്രീമിയം ഒന്നും അല്ല കേട്ടോ. ഈ അടുത്തെങ്കും ഒരു വിമാനയാത്രയിൽ ഇത്രയും സുഖമായിട്ട് ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. എന്ത് സ്പീഡിലാണ് ആ റൺവേയിലൂടെ നമ്മുടെ വിമാനം പോകുന്നത് നോക്കൂ. ഓ, അത് പൊളിച്ചു. ഞാനിപ്പോൾ ഉള്ളത് റിയാദ് എയർപോർട്ടില് ടെർമിനൽ 1-ലാണ്. ഇവിടെ നിന്നും ഞാൻ ഹോങ്കോങ്ങിലേക്ക് പോവുകയാണ്. കാത്തൈ പസഫിക്കിന്റെ ബിസിനസ് ക്ലാസ് യാത്ര. യെസ്, എയർബസ് A350യിലാണ് നമ്മൾ പോകുന്നത്. എയർബസ് 350 വിമാനം. അപ്പോൾ മിഷർ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു, ബൈ ബൈ പറഞ്ഞു. ആൻഡ് നൗ ഐ ആം ഗോയിങ് ഇൻസൈഡ് ടെർമിനൽ 1. ഇതാണ് ടെർമിനൽ 1. ഇവിടെ നിന്നാണ് ടർക്കിഷ് എയർലൈൻസ്, കാത്തൈ പസഫിക്, പിന്നെ ചൈനീസ് എയർലൈൻ, അങ്ങനെ പല പല സംഭവങ്ങളും പോകുന്നത്. ഇത് അത്യാവശ്യം നല്ല വലിയ എയർപോർട്ടാട്ടോ. ഇതിനകത്ത് ടെർമിനൽ 1 ആണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് ടെർമിനൽ 1 എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും ചെറിയ ടെർമിനലാണെന്ന് തോന്നുന്നു. ഇവിടെ താഴെ ഒരു ഫൗണ്ടൻ ഒക്കെ ഉണ്ട്, ഇവിടെ ചെറിയൊരു ഫൗണ്ടൻ. പക്ഷെ ഇവരുടെ മെട്രോ സ്റ്റേഷൻ ആയിരുന്നു അടിപൊളി. ആ മെട്രോ സ്റ്റേഷന്റെ ഭംഗി വെച്ച് നോക്കുമ്പോഴത്തേക്കിനും എയർപോർട്ടിന്റെ തട്ട് ആക്ച്വലി പൊങ്ങിയായിരിക്കുന്നത്. മെട്രോ സ്റ്റേഷന്റെ തട്ടാണ് താന്നിരിക്കുന്നത്. മെട്രോ സ്റ്റേഷൻ ഒരു രക്ഷയില്ലായിരുന്നു. ഇന്നലത്തെ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം, അടിപൊളിയായിരുന്നു. സോ നമ്മൾ കാത്തൈ പസഫിക്കിന്റെ ബിസിനസ്, ഡയമണ്ട്, ഗോൾഡ്, സിൽവർ, പ്രയോറിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സംഭവങ്ങൾ നമുക്കിവിടെ കാണാം. സോ വി ഗോ ഹിയർ. ഞാൻ ചെക്ക് ഇൻ ചെയ്ത എക്സ്പീരിയൻസ് പറഞ്ഞില്ലല്ലോ, അത് പറയാൻ പോയി. ഞാൻ അവിടെ ചെന്ന് ഞാനൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ബിസിനസ് ക്ലാസ് ചെക്ക് ഇൻ ചെയ്യാനായിട്ട്. എന്താണെന്നറിയത്തില്ല, അവരവിടെ വേറെ എന്തോ എയർലൈൻ്റെ എന്തോ സംഭവങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെന്നറിയില്ല, എന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. വേറെ ആരൊക്കെയോ വന്നിട്ട് പ്രീമിയം എക്കണോമി ഒക്കെ വന്ന് ചെക്ക് ഇൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവസാനം ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് വിസ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിസ ഉണ്ടെന്ന് പറഞ്ഞ് വിസ കാണിച്ചു കൊടുത്തു. അവർ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്തു. എൻ്റെ ഈ 2 ബാഗും ഹാൻഡ് ബാഗായിട്ട് കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. ഒരു എന്താ പറയുക, ഒരു ബിസിനസ് ക്ലാസ് ചെക്ക് എന്ന് പറയുമ്പോഴത്തേക്കിനും അത് കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഹാൻഡിൽ ചെയ്യണം സ്റ്റാഫൊക്കെ. അങ്ങനെയൊന്നും ഹാൻഡിൽ ചെയ്ത് കണ്ടില്ല. ഇവിടുത്തെ ഔട്ട്സോഴ്സ് ചെയ്ത ആൾക്കാരായിരിക്കും. പക്ഷേ ദാറ്റ് വാസ് നോട്ട് അപ് ടു ദ മാർക്ക്. ചെക്കിൻ എക്സ്പീരിയൻസ് ഞാൻ 10-ൽ 2-3 മാർക്കേ കൊടുക്കുള്ളൂ, അതിൽ കൂടുതൽ കൊടുക്കത്തില്ല. ഇനി ബാക്കിയുള്ളതൊക്കെ അങ്ങനെയാണെന്ന് എനിക്കറിയണം. എന്തായാലും കാത്തൈ പസഫിക്കിൽ ഞാൻ പണ്ടൊരുക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ജപ്പാൻ പോകുന്ന സമയത്ത് ഫസ്റ്റ് ടൈം നമ്മൾ ജപ്പാൻ പോയപ്പോൾ അത് അന്ന് എക്കണോമിയും പ്രീമിയം ഒക്കെ ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ബിസിനസ് ക്ലാസ്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഈസ്. അങ്ങനെ ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കും പരിപാടിയെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഫ്ലൈറ്റുകളുടെ സമയവിവരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ആണ്. ലോകത്ത് എനിക്ക് തോന്നുന്നു മദ്യം എന്ന സംഭവം ലഭിക്കാത്ത ഏക ഡ്യൂട്ടി ഫ്രീ ഇവിടെ സൗദി അറേബ്യയിലായിരിക്കും. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. മദ്യം എന്ന് പറഞ്ഞ സംഭവം ഇവിടെ നെഹി ഹേ, അതാണ് ഇവിടുത്തെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. കണ്ടോ, ചോക്ലേറ്റ്സും ഇങ്ങനെയുള്ള സംഭവങ്ങളും ഇതുപോലുള്ള ഈ സംഭവങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വളരെ വിജനമായിട്ടുള്ള ഒരു ഡ്യൂട്ടി ഫ്രീ സ്റ്റോറാണ്. വേറെ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ വലിയ തിരക്കും ബഹളവും ഒന്നുമില്ല. കുറച്ച് പെർഫ്യൂം അത് ഇതൊക്കെ ഉള്ളൂ. ഒരു സാധാരണ ഡ്യൂട്ടി ഫ്രീ സ്റ്റോർ. ഒരു രാജ്യതലസ്ഥാനത്തിൻ്റെ പകിട്ട് എന്ന് പറയാനായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. കുറേ നല്ല ബാഗൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, എനിക്ക് അടിപൊളി ബാഗുകളെ. നമുക്ക് ആക്ച്വലി ഇവിടെ മുകളിലാണ് ലൗഞ്ച് കാണുന്നത്. ഇതന്നെ അടച്ചിട്ടിരിക്കുകയാണല്ലോ. ലിഫ്റ്റിൽ കയറി പോകണമെന്ന് തോന്നുന്നു. എന്താ സംഭവം മനസ്സിലാകുന്നില്ല. ലൗഞ്ച് എവിടെയാണെന്ന് കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനി വർക്ക് ചെയ്യുമോ നോക്കാം. ഇതൊരു ചെറിയ ഒരു എയർപോർട്ടിൻ്റെ ഒരു ഭാഗമാണ്. ദിസ് ഓൾസോ നോട്ട് വർക്കിംഗ്. അടിപൊളി. ഇനി അങ്ങനെ ലോഞ്ചിൽ പോകുന്നത് വേറെ വഴി കിട്ടി ഗൈസ്. പ്ലാസ പ്രീമിയം ലോഞ്ച് നമ്മുടെ നാട്ടിലൊക്കെ കൂറ ലോഞ്ചാണ്. ഇവിടെയൊക്കെ എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല. നമുക്ക് പോയി നോക്കാം. ലോഞ്ച് ഇൻവിറ്റേഷൻ തന്നിട്ടുണ്ട്. ഹായ്, ഹൗ ആർ യു? അറിയാം, സർപ്രൈസ്. എന്തല്ല ശിശു, എന്താ പേര്? അഹമ്മദ് റിഫായ്. ഓക്കെ. ഞാൻ ഈ ലോഞ്ച് കണ്ടുപിടിക്കാൻ കുറേ കഷ്ടപ്പെട്ടു. അവിടെ ഇവിടെയൊക്കെ നോക്കി. ഓക്കെ, ചെയ്യാം. ബട്ടർ ചിക്കൻ, ബീഫ് സ്ട്രോഗണോഫ്, പിന്നെ പാസ്ത, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇതിരിപ്പുണ്ട്. ബട്ടർ ചിക്കൻ നല്ല മണമുണ്ട്, തുറക്കുമ്പോൾ തന്നെ നല്ല മണം. അടിപൊളി. പിന്നെ കുറേ ഫുഡ് ഇരിപ്പുണ്ട് ഇവിടെ. ഇതിനകത്ത് എന്താണ്, പെപ്സി, വെള്ളം, 7up, അങ്ങനെ കുറേ സാധനങ്ങളിരിക്കുന്നു. രാത്രിയായപ്പോൾ ലോഞ്ചിൽ നല്ല തിരക്കുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ കുറേ മധുരങ്ങളിരിപ്പുണ്ട്. മധുരം എവറിത്തിങ് ഈസ് സ്വീറ്റ്. ഞാനിവിടെ കുറച്ച് എന്തൊക്കെയോ ഫുഡൊക്കെ എടുത്തു. ഇത് ബീഫ് സ്ട്രോഗണോഫ് എന്ന് പറഞ്ഞ സാധനം, പിന്നെ ഇത് പാസ്ത,
പിന്നെ ഇതെന്തോ ഒരു വെജിറ്റബിളിൻ്റെ സാധനം, പച്ചക്കറി ഇടുന്ന സാധനം, പിന്നെ ജ്യൂസ് എന്ന് പറയുമ്പോൾ മാംഗോ ജ്യൂസ്, പിന്നെ ഇത് സൂപ്പ്. ശരിക്കും എല്ലാം ഡിസ്പോസിബിൾ പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെയാണ്. ലോഞ്ചിലൊക്കെ എന്താ അങ്ങനെ വെച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല. ഇതും ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണും സംഭവങ്ങളൊക്കെയാണ്. വെൽ പ്രസൻറ്റഡ്, കുറേ ഫുഡൊക്കെ ഉണ്ട് അവിടെ. ഇത് നല്ല സൂപ്പാട്ടോ, ഇഷ്ടപ്പെട്ടു. ടൊമാറ്റോ ബേസിൽ സൂപ്പ്, ഒരു ബേസിൽ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ ചെക്ക് ഇൻ കൗണ്ടേഴ്സ് ഒക്കെ ഉള്ള ഏരിയ. ഇവിടെയാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് കയറി വന്നത്. ഇതൊരു ചെറിയ ടെർമിനലാണ്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈ കാണുന്ന ഇത്രയും സ്ഥലം മാത്രമേ ഉള്ളൂ. ഈ പാസ്റ്റയ്ക്കും ഈ ബീഫിനും ചൂടില്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. അതിപ്പോൾ ആ ഒരു ടേസ്റ്റ് എൻഹാൻസർ എന്തോ സാധനം ഇട്ടിട്ടുണ്ടാവും, അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ വിദേശ യാത്രകളൊക്കെ പോകുമ്പോഴേ നമുക്ക് ഐറാലോ എന്ന് പറഞ്ഞ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്മൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അതായത് സിമ്മൊക്കെ നമുക്ക് പോകുന്നതിന് മുമ്പായിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഐറാലോ ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ അടുത്ത 5 ദിവസം ഞാൻ സിംഗപ്പൂർ, തായ്ലൻഡ്, ഹോങ്കോങ് എന്നും പറഞ്ഞ് ഈ പറഞ്ഞ 3 സ്ഥലങ്ങളിൽ ഞാൻ കറങ്ങുന്നുണ്ട്. നമ്മൾ ട്രാവൽ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വിമാനത്തിൻ്റെ വീഡിയോ വരുന്നുണ്ട് കുറേ. അപ്പോൾ ഞാൻ ഈ സിംഗപ്പൂരും ഈ തായ്ലൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുറേ ഏഷ്യൻ കൺട്രീസ് എല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ സിമ്മ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും, ഏഷ്യ സിം എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരൊറ്റ സിമ്മിൽ നമുക്ക് ഇത്രയും സ്ഥലങ്ങളിൽ മാറി പോകുമ്പോൾ ഉപയോഗിക്കാം. അതേപോലെ ഞാൻ യൂറോപ്പൊക്കെ പോകുമ്പോഴത്തേക്കിനും യൂറോപ്പ് കംപ്ലീറ്റ് ഒരൊറ്റ സിമ്മാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് വളരെ എളുപ്പമാണ്, സിമ്മൊന്നും മാറാനും പിടിക്കാൻ നിൽക്കണ്ട, സിമ്പിളാണ്. ഐറാലോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇന്ത്യയിൽ ചിലപ്പോൾ നമുക്ക് VPN ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സുജിത്ത് 4285 എന്നും പറഞ്ഞിട്ടൊരു കൂപ്പൺ കോഡ് കൊടുത്താൽ നിങ്ങൾക്ക് $3 കിട്ടും. എനിക്കും കിട്ടും $3. അപ്പോൾ അതൊരു വിൻ സിറ്റുവേഷൻ. $3 എന്ന് പറഞ്ഞാൽ 250 രൂപയായി. നിങ്ങളൊരു രാജ്യത്തേക്ക് ട്രിപ്പ് പോകുമ്പോഴത്തേക്കിനും ചിലപ്പോൾ $5 $10 ആയിരിക്കും നിങ്ങൾക്ക് അവിടുത്തെ സിമ്മിന് വേണ്ടി എടുക്കേണ്ടി വരിക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് $3 ഡിസ്കൗണ്ടും കിട്ടും. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് കാര്യമില്ല, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ തപ്പിയാൽ മതി, അല്ലെങ്കിൽ VPN ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എൻ്റെ ഫ്ലൈറ്റിൻ്റെ ബോർഡിങ്ങിന് സമയമായി. ലെറ്റ്സ് ഗോ. കാത്തേ പസഫിക് എയർബസ് A350 900 ബിസിനസ് ക്ലാസ്. ഞാൻ വന്നപ്പോഴത്തേക്കിനും നമ്മുടെ വിമാനത്തിലേക്ക് ഓൾറെഡി ആൾക്കാരെ കയറ്റി തുടങ്ങിയായിരുന്നു. ഓൾറെഡി ബോർഡിങ് തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് എന്താ പറയുക, വേറെ ഒന്നും അറിയില്ല ഗൈസ്. സൂപ്പർ എക്സൈറ്റഡ് അഗെയിൻ. 350 എൻ്റെ ഒരു ഫേവറേറ്റ് വിമാനമാണ്. എല്ലാവരും വീഡിയോ എടുത്തോണ്ട് നടക്കുന്നത്. എനിക്ക് ഭയങ്കര എക്സൈറ്റഡാണ് എല്ലാവരും. ഹായ്, ഹൗ ആർ യു? Mother side? Thank you. 21K. Wow. കോക്പിറ്റ് ഒക്കെ കണ്ട് ഞാൻ. ഇങ്ങനെയാണ് ഇവരുടെ ബിസിനസ് ക്ലാസ് സീറ്റുകൾ. അടിപൊളിയാണല്ലോ. ഹായ്, ഹലോ, ഹൗ ആർ യു? ഇതാണ് മെയിൻ ക്യാബിൻ എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് പുറകിൽ ഇവിടെ ഒരു ക്യാബിൻ ഉണ്ട്. ഇതാണ് എൻ്റെ സീറ്റ്, ദിസ് വൺ. ഞാനിതൊന്ന് വെച്ചോട്ടെ, അവർക്ക് ധൃതിയാ. സോ ദിസ് ഈസ് അവർ സീറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ്. അടുത്ത 9 മണിക്കൂർ നമ്മൾ കിടന്നുറങ്ങേണ്ട നമ്മുടെ സീറ്റാണ് ഇത്. നമ്മുടെ ബിസിനസ് ക്ലാസ്സിൽ പുറകിലായിട്ട് ഇവിടെ 2 റോ സീറ്റുണ്ട് ഇവിടെ. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സെക്കൻഡ് ക്യാബിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഈ കാണുന്നത് പ്രീമിയം എക്കണോമിയാണ്. പ്രീമിയം എക്കണോമിക്ക് നമുക്ക് ഇതുപോലെയുള്ള മറ്റേ ലെഗ് റെസ്റ്റ് ഒക്കെയുള്ള സീറ്റുകളാണ്. സംഭവം അടിപൊളിയാണ്, പക്ഷേ ഭയങ്കര കൺജസ്റ്റഡ് ആണ് പ്രീമിയം എക്കണോമി. അപ്പോൾ ഇതാണ് പ്രീമിയം എക്കണോമി സീറ്റ്. ഇതാണ് നമ്മുടെ ബിസിനസ് ക്ലാസ് സീറ്റ്. ഇത് 2 പേർക്ക് ഇരിക്കാവുന്ന സീറ്റ്, കപ്പിൾ സീറ്റ്. ഇത് സിംഗിൾ സീറ്റ്. അപ്പോൾ ഇതെല്ലാം ഇത്തരത്തിലുള്ള രീതിയിൽ അങ്ങോട്ട് നോക്കി, അതായത് വിൻഡോയിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിലാണ് ഈ സീറ്റുകളൊക്കെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സീറ്റ് ടൂറിലേക്ക് കടക്കാം. ഇതാണ് എൻ്റെ സീറ്റ്, 21K 21K. ഇവിടെ ഒരു വലിയ ഡിസ്പ്ലേ ഉണ്ട്. ഈ ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇത് കണ്ട ഇതിങ്ങനെ മറിഞ്ഞു പോയിട്ട് അപ്പുറത്തിരിക്കുന്ന ടൈപ്പ് ഡിസ്പ്ലേ ആണ്. ഇത് തുറക്കാനായിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറന്ന് നമുക്ക് വേണ്ട രീതിയിലേക്ക് മാറിയിരിക്കും. അതാണ് ഈ ഒരു ഡിസ്പ്ലേയുടെ ഗുണം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല റെസ്പോൺസീവായിട്ടുള്ള ഒരു കിഡിലൻ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. എൻജോയ് യുവർ ഫ്ലൈറ്റ് ടു ഹോങ്കോങ് എന്നും പറഞ്ഞുകൊണ്ട് ഓണാക്കിയപ്പോൾ തന്നെ അതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ, ഗ്രാഫിക്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. നമ്മൾ ഇന്ത്യക്ക് മുകളിലൂടെയാണ് പറക്കാൻ പോകുന്നത്. റിയാദിൽ നിന്ന് നമ്മൾ ഇന്ത്യക്ക് മുകളിലൂടെ, കൊൽക്കത്തയുടെയൊക്കെ മുകളിലൂടെ, മ്യാൻമറിൻ്റെ മുകളിലൂടെ പറന്ന് നമ്മൾ ഹോങ്കോങ്ങിലേക്ക് പോകും. 9 മണിക്കൂർ, അതായത് ഏകദേശം 8.5 മുതൽ 8.25 മണിക്കൂർ വരെയാണ് നമ്മുടെ ഈ ഒരു യാത്രയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. റിയാദ് സമയം രാത്രി 10:30 വിടുന്ന ഈ ഒരു വിമാനം
ഹോങ്കോങ് സമയം നാളെ ഉച്ചയ്ക്ക് 12:50 നമ്മൾ അവിടെ എത്തിച്ചേരുന്നത്. എത്ര സമയം വ്യത്യാസമുണ്ടെന്ന് നോക്കിയേ. ഇവിടുന്ന് രാത്രി 10:00 വിടുന്ന വാഹനം 9 മണിക്കൂർ യാത്ര ചെയ്ത് ഹോങ്കോങ് സമയം ഉച്ചയ്ക്ക് 12:45 അവിടെ എനിക്ക് 8 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അവിടെ 8 മണിക്കൂർ എനിക്ക് ലേ ഓവർ ഉണ്ട്. അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും 4 മണിക്കൂർ സിംഗപ്പൂരിലേക്ക് അടുത്ത വിമാനയാത്ര. അങ്ങനെയാണ് എൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഈ 8 മണിക്കൂർ ലേ ഓവർ സമയം എനിക്ക് ലോഞ്ചിൽ കയറി ഉപയോഗിക്കാം. ആ ലോഞ്ച് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ബോർഡിംഗ് പാസ് പോലത്തെ ഒരു സാധനം ഇൻവിറ്റേഷൻ എനിക്ക് ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ബാക്കി സീറ്റുകളും പരിപാടികളൊക്കെ. അപ്പോൾ ഈ സ്ക്രീൻ അവിടെ ഇങ്ങനെ മാറ്റി നമുക്കിവിടെ വയ്ക്കാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ്. എൻ്റെ തൊട്ട് മുമ്പിലത്തെ സീറ്റും ഇതിൻ്റെ മുമ്പിലുള്ള ഫ്രണ്ട് ക്യാബിനിലെ എല്ലാ സീറ്റുകളും ഇതേപോലത്തെ തന്നെ സീറ്റാണ്. നമുക്കിവിടെ 2 വിൻഡോ നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു സാധനം ഇങ്ങനെ തുറന്ന് കിടപ്പുണ്ട്. ഇതിനകത്ത് കണ്ണാടിയുണ്ട്. കണ്ണാടിയിൽ നമുക്ക് മുഖമൊക്കെ നോക്കാം. ഇത് കുറച്ച് പഴയ ക്യാബിനാണ്. ഏകദേശം ഒരു 8 വർഷത്തോളം പഴക്കമുള്ള ഒരു വിമാനമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. വാട്ടോ ഇവിടെ വെള്ളം മാത്രമല്ലേ കിട്ടുള്ളൂ. ഇവിടെ മദ്യമോ അല്ലെങ്കിൽ ഷാമ്പയിനോ ഒന്നും കിട്ടില്ലല്ലോ. അത് ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷമേ കിട്ടുള്ളൂ. ഇവിടെ എന്തായാലും കിട്ടത്തില്ല. ഒരു ഹോട്ടലാണ്. വെൽക്കം ഡ്രിങ്ക് എന്തായാലും വെള്ളത്തിൽ മാത്രം ഒതുക്കിയത് മോശമായി പോയി. അവർക്ക് ഞാൻ വെള്ളം മാത്രം ഉള്ളോ എന്ന് ചോദിച്ചപ്പോഴാണ് അവർ ഓറഞ്ച് ജ്യൂസ് വേണോ എന്ന് ചോദിച്ചത്. എന്തായാലും എന്താണെന്നറിയില്ല. അപ്പോൾ ലെറ്റ്സ് കം ബാക്ക്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് 60 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുപ്പി വെള്ളം, 500 ml ഒരു കുപ്പി വെള്ളമാണ്. പിന്നെ അമ്യൂണിറ്റി കിറ്റഡോ അടിപൊളി. ഇതാണ് നമുക്ക് വേണ്ട സാധനം. ബാംഫോർഡിൻ്റെ അമ്യൂണിറ്റി കിറ്റാണ്. ഈ ബാംഫോർഡ് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് ബ്രാൻഡാണ്. ബാംഫോർഡിൻ്റെ അമ്യൂണിറ്റി കിറ്റാണ്. അത് ഞാൻ പതുക്കെ തുറന്ന് കാണിച്ചു തരാം അതിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത്. ഇതിനകത്ത് വേറെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാത്തേ പസഫിക്കിൻ്റെ ഒരു ഹെഡ്ഫോൺ ഇരിപ്പുണ്ട്. ഹെഡ്സെറ്റ് ഇത് നമുക്ക് ഇവിടെ തന്നെ ഹെഡ്സെറ്റ് കുത്തി വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് കണക്ട് ചെയ്ത് കാണാൻ വേണ്ടിയുള്ള ഹെഡ്സെറ്റ് സംഭവം. പിന്നെ ഇതിനകത്ത് തന്നെ ഇതിൻ്റെ പുറകിലായിട്ട് നമുക്കിവിടെ ഒരു പ്ലഗ് ഉണ്ട്. നമുക്ക് ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഫോണൊക്കെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി. പിന്നെ ഇവിടെ മുകളിലൊരു USB ചാർജർ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ ഇത് നമുക്ക് അടച്ചൊക്കെ വയ്ക്കാം. ഈ സാധനം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ഇത് നമുക്ക് തൽക്കാലം ഇത് അടച്ചു വയ്ക്കാം. ഇനി ഇവിടെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും കൺട്രോൾസ് ഉണ്ട്. ഇത് നമുക്ക് ലൈറ്റാണ്. ലൈറ്റല്ലേ ഇത്? അങ്ങനെ എൻ്റെ പരിപാടി. ഇനി തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ലൈറ്റ് ഇങ്ങനെ വർക്ക് ചെയ്യും. റീഡിംഗ് ലാമ്പ്. പിന്നെ ഇത് നമുക്ക് സീറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാധനം. നമ്മൾ ഈ കാറിൻ്റെയൊക്കെ സൈഡിൽ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലായിട്ട് ഉള്ള സംഭവമില്ലേ, സ്വിച്ചുകളില്ലേ, അതേപോലെ തന്നെ സ്വിച്ചുകളാണ്. നമുക്കിത് പല രീതിയിൽ ഈ സീറ്റ് കൺട്രോൾ ചെയ്യാം. പിന്നെ ഇത് നമുക്ക് ലൈറ്റ്, അതായത് ഇവിടുത്തെ ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ട, ഈ ലൈറ്റാണ് കണ്ട, ആ ലൈറ്റ് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഈ സീറ്റ് കംപ്ലീറ്റ് ആയിട്ട്, അതായത് കംപ്ലീറ്റ് ഫ്ലാറ്റ് ബെഡായി മാറും. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് ഞെക്കുമ്പോഴത്തേക്കിനും ഇത് കണ്ടോ ഈ സീറ്റ് മുന്നോട്ടാവുന്ന കണ്ടോ. അപ്പോൾ ഞാനത് ഇപ്പം ഞെക്കണ്ട. അപ്പോൾ നമുക്ക് വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ സീറ്റ് പഴയ പൊടിയാവും. ഇത് നമ്മുടെ ആ ഒരു കൺട്രോൾ 21K സീറ്റിൽ നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആ സാധനം, അതും ടച്ച് ഒക്കെയുള്ള ആ ഒരു സംഭവമാണ്. ഇത് നമുക്ക് ജോയ്സ്റ്റിക്കായിട്ടൊക്കെ ഉപയോഗിക്കാം. ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അവിടെ ഇവിടേക്കായിട്ട് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു സ്പേസ്, പിന്നെ ഇത് കണ്ടോ, ഈ സ്ഥലം കണ്ടോ, ഇത് മറ്റൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഉണ്ടല്ലേ പിന്നെ ഈ വെള്ളത്തിൻ്റെ കുപ്പി വയ്ക്കാനായിട്ട് ഇവിടെ ആയിട്ട് വീണ്ടും ഒരു സ്ഥലമുണ്ട്. ഇത് കണ്ടല്ലേ, അവിടെ ഇരുന്നോളൂ ആ വെള്ളത്തിൻ്റെ കുപ്പി. ചൈനീസ് ഭാഷയിൽ എന്തൊക്കെയോ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സീറ്റ് കണ്ടില്ലേ, ഈ സീറ്റിൽ ആക്ച്വലി ഒരു പില്ലോ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് പില്ലോ, ഒരു പില്ലോ ഉള്ളൂ. നമ്മൾ എയർ ഇന്ത്യയിൽ 2 പില്ലോ കിട്ടും ചില സമയത്ത്. ഇത് നോട്ട് ബാഡ്. നമ്മളെ ഇത് പില്ലോ കാണുമ്പോഴത്തേക്കിനും എനിക്ക് ഇന്ത്യൻ റെയിൽവേയിലെ പില്ലോ ഓർമ്മ വരുന്നുണ്ട്. അതുപോലെ ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ച അത്ര പ്രീമിയം അല്ല കേട്ടോ കാത്തേ പസഫിക്. പിന്നെ ഈ സീറ്റിന് വേറൊരു ടൈപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടല്ലേ, ഇത് കണ്ടോ, സേഫ്റ്റി. ഓക്കെ, സേഫ്റ്റി വീഡിയോസ് ഞാനിങ്ങനെ ഇവിടെ കാണണം. അതാണ് അവർ ഇങ്ങനെ TV ഇങ്ങനെ തള്ളി വെച്ചത്. അപ്പോൾ ഈ സീറ്റ് ഇങ്ങനെ നമുക്ക് താക്കുകയും പൊക്കുകയൊക്കെ ചെയ്തുണ്ടോ, ഇതുണ്ടോ, ഇതിങ്ങനെ താക്കാം, ഇതിങ്ങനെ പൊക്കാം. ഇത് നമ്മൾ കിടന്ന് കഴിയുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സീറ്റ് ഇങ്ങനെ താക്കുകയും പൊക്കുകയും ചെയ്യുന്നത്. അതാണ് എൻ്റെ പരിപാടി. ബോർഡിങ് കഴിഞ്ഞ് പുഷ് ബാക്ക് ചെയ്ത് ഫ്ലൈറ്റ് നേരത്തെ. അടിപൊളി. ഇവരുടെ സേഫ്റ്റി വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനീസ് ഭാഷയിലാണ് സേഫ്റ്റി വീഡിയോ കാണിക്കുന്നത്. അപ്പുറത്തെ 2 സീറ്റ് കാലിയാട്ടോ. അത് ആ സീറ്റ് 2 കാലിയാണ്. 2 ദിവസം മുന്നെയാണ് ഞാൻ ഈ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇവിടെ നിന്ന് ഹോങ്കോങ് വഴി സിംഗപ്പൂരിലേക്ക് എനിക്ക് 75,000 രൂപയാണ് ടിക്കറ്റ് ആയത്. 75,000.
ചീപ്പാണ്. കാരണം സാധാരണ ആ റേറ്റിനൊന്നും കിട്ടത്തില്ല. 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ പോകും. എന്താണെന്ന് അറിയില്ല, ആ ലാസ്റ്റ് സമയത്തായതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ അത്രയും ചീപ്പായിട്ട് ടിക്കറ്റ് കിട്ടിയത്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ഹോങ്കോങ്ങിൽ നിന്ന് പോയായിരുന്നു. പക്ഷേ ആ ഒരു ലാസ്റ്റ് സമയമായതുകൊണ്ട് ആ ഫെയർ അങ്ങോട്ട് മാറിയുകൊണ്ട് എനിക്ക് ചീപ്പസ്റ്റ് ഫെയർ എടുത്തപ്പോണ്ടാണ് എനിക്കൊരു 8 മണിക്കൂർ ട്രാൻസിറ്റ് കിട്ടിയത്. കുഴപ്പമില്ല. നല്ല അടിപൊളി വീഡിയോ ആണ് കേട്ടോ. ഇവർ ഹോങ്കോങ്ങിൽ ചിത്രീകരിച്ച സേഫ്റ്റി വീഡിയോ ആണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഹോങ്കോങ്ങിലെ സ്ഥലങ്ങളാണ്. കണ്ടില്ലേ, ഹോങ്കോങ്ങിലെ മലകളും അവിടുത്തെ വ്യൂ പോയിന്റുകളും ബാക്കി സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ചെറിയൊരു സ്ഥലമാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടല്ലേ ഹോങ്കോങ്ങിൽ, കുറേ ഉണ്ട്. നല്ല രസമാണ് കേട്ടോ ഈ ഇത് കാണാനായിട്ട്, കണ്ടോണ്ടിരിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഈ ഇവരുടെ ചൈനീസ് ഭാഷയിൽ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ പ്രത്യേക രസമാണ്. ഇവിടെ വേറെ ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ, ഈ ഹാൻഡ് റെസ്റ്റിൻ്റെ അവിടെ ആയിട്ട് കണ്ടില്ലേ. ഇതൊക്കെ നമ്മൾ സീറ്റ് കിടന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്. ഇത് കണ്ടോ, നമ്മൾ കിടന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രയും സ്പേസ് ഇവിടെ കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ സാധനം ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ ഞെക്കി കഴിയുമ്പോഴത്തേക്കിനെ തുറന്നു വരും. ഇപ്പോൾ ഇവിടെ ഒരു അനൗൺസ്മെൻറ്റ് വന്നു, ഞാനത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അതായത് ഡ്യൂ ടു ദ ലോക്കൽ റെഗുലേഷൻ നമുക്ക് ആൽക്കഹോളിക് ഡ്രിങ്ക്സും ബാക്കിയുള്ള സംഭവങ്ങളും പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്ത് സൗദി എയർ സ്പേസ് വിട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അതിന് 40 മിനിറ്റ് എടുക്കും. അതുവരെ നിങ്ങൾക്ക് ആൽക്കഹോളിക് സാധനങ്ങൾ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അത് ഇവിടുത്തെ സൗദിയുടെ റെഗുലേഷനാണ്. 40 മിനിറ്റ് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. അതുവരെ ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ തരാം എന്താ പറഞ്ഞത്. എൻ്റെ സീറ്റ് ടൂർ കഴിഞ്ഞിട്ടില്ല. ഇവിടെ വേറൊരു സാധനം കൊണ്ടിരിപ്പുണ്ടല്ലോ, ഞാൻ കണ്ടില്ലല്ലോ. ഇതെന്തുവാ? ഇതും ബാംഫോർഡിൻ്റെ അമിനിറ്റി ടിക്കറ്റ്, 2 അമിനിറ്റി ടിക്കറ്റോ? അതെന്താണിത്? ഇത് എനിക്ക് തോന്നുന്നു ആടാ മോനെ, ഇതെന്താ സംഭവം അറിയോ? ഇത് നേരത്തെ പാസഞ്ചറിൻ്റെ അമിനിറ്റി ടിക്കറ്റ് ഇവിടെ കണ്ട് മാറിയിരുന്നതാണ്. അവർ മാറ്റാൻ മറന്നുപോയി, മനസ്സിലായോ? അത് ശരിക്കും നേരത്തെ പാസഞ്ചറിനെയാണ്. അത് ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യേണ്ടതാണ്. പക്ഷേ അതേവരെ ഇവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ടില്ല. അതാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് തുറന്നു കഴിയുമ്പോഴത്തേക്കിനും ബാംഫോർഡ് സാധാരണ എല്ലാത്തിലും ഉള്ള പോലെ തന്നെ ഒരു ടൂത്ത് പേസ്റ്റും ബ്രഷും പിന്നൊരു ഐ മാസ്ക്, നമുക്കിങ്ങനെ രാത്രി വെച്ച് കിടന്ന് ഉറങ്ങാൻ വേണ്ടി അതിന് വേണ്ടിയുള്ള ഐ മാസ്ക്. പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോഡി ജെൽ, കൂളിംഗ് ബോഡി ജെൽ. അതെന്താ സംഭവം എനിക്കറിയത്തില്ല. ബാംഫോർഡിൻ്റെയാണ് കൂളിംഗ് ബോഡി ജെൽ. പിന്നെ ഉള്ളത് മൾട്ടി ബാം എന്ന് പറയുകയാണെങ്കിൽ ചുണ്ടത്തേക്ക് നല്ലതായിരിക്കും. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡെയിലി കെയർ മൗത്ത് വാഷ്, മൗത്ത് വാഷ്. പിന്നെ ഇത് ബോട്ടാണിക് പില്ലോ മിസ്റ്റ്. അതെന്ത് സംഭവം? പില്ലോ മിസ്റ്റ് പില്ലോയിൽ അടിക്കുന്നതാണോ? എന്താ സാധനം തരത്തില്ല. പില്ലോ മിസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ വേറെന്താ ഉള്ളതിനകത്ത്? ഇയർ പ്ലഗ്, ചെവിക്കകത്തിരിക്കുന്ന ഇയർ പ്ലഗ്. അപ്പുറത്താരെങ്കിലും കൂർക്കം വലിക്കുകയാണെങ്കിൽ നമുക്ക് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി ചെവിക്കകത്തിരിക്കുന്ന സാധനം. ഇത് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാ ഗൈസ്. അങ്ങനെ നമ്മൾ സൗദി അറേബ്യയിൽ നിന്നും ഹോങ്കോങ്ങിനെ ലക്ഷ്യമാക്കി നമ്മുടെ വിമാനം ഇവിടെ നിന്നും പുറപ്പെടുകയാണ്. ടേക്ക് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ ഉണ്ട്, 350യുടെ ക്യാമറ പൊളിയാണ്. കണ്ടില്ലേ എന്ത് സ്പീഡിലാണ് റൺവേയിലൂടെ നമ്മുടെ വിമാനം പോകുന്നത് നോക്കൂ. അത് പൊളിച്ചു. രാത്രി ദൃശ്യം. 300 കിലോമീറ്റർ സ്പീഡിൽ എത്തിയപ്പോഴാണ് ഇത് ടേക്ക് ഓഫ് ചെയ്യുന്നത്. കണ്ടോ, പൊളിച്ച്. അത് തിരിച്ചു കയറി പോകുന്നുണ്ടോ? അത് കണ്ടോ, ആ സാധനം, ആ ഫ്രണ്ടിലെ ആ ഒരു ചക്രങ്ങളില്ലേ, അത് തിരിച്ചു കയറിപ്പോയണ്ടോ. ടേക്ക് ഓഫ് ചെയ്ത ഉടനെ വിമാനം തിരിച്ച് ഒക്കെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ തിരിച്ച് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും കാണാം. 2 വ്യൂ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഇത് രാത്രിയായിട്ടും ഇത്രയും ക്ലാരിറ്റി ഉണ്ട് കേട്ടോ, അത് ഭയങ്കരമാണ്. നമുക്കിവിടെ നിന്ന് ഹോങ്കോങ്ങിലേക്ക് 8 മണിക്കൂർ 22 മിനിറ്റാണ് ഉള്ളത്. ഒരു ടൈം ലൈൻ ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്ടോ. റിയാദിൽ നിന്നും പുറപ്പെട്ടു. അപ്പോൾ ഈ ഒരു ടൈം എത്തുമ്പോഴത്തേക്കിനും 10,000 അടി ഉയരത്തിലാണ് നമുക്ക് വൈഫൈ അവൈലബിൾ ആവുന്നത്. ബിസിനസ് ക്ലാസ് പാസഞ്ചേഴ്സിന് ഫ്രീ ആയിട്ട് വൈഫൈ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു സമയം എത്തുമ്പോഴത്തേക്കിനും എന്തോ ഒരു സംഭവം എന്താണെന്നറിയില്ല. പിന്നെ ഇവിടെ എത്തുമ്പോൾ ഡ്രിങ്ക്സ് കൊടുത്തു തുടങ്ങും. ഇവിടെ എത്തുമ്പോൾ ഫുഡ് കൊടുത്തു തുടങ്ങും, ഇവിടെ എത്തുമ്പോൾ ഡ്രിങ്ക്സ് കൊടുത്തു തുടങ്ങും. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എൻജോയ് എ പ്രീമിയം വിൻറ്റേജ് ഫ്രം ദ സെല്ലാർ ഓർ ചൂസ് ഫ്രം അവർ റേഞ്ച് ഓഫ് ആൽക്കഹോളിക് ബെവറേജസ്. ഇത് കാറ്റൈ ഷോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ വൈഫൈ കണക്ട് ചെയ്തെന്തോ
പർച്ചേസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത്. നമുക്ക് മീൽസ് ഇത് കൊള്ളാമല്ലേ സംഭവം, ഈ അടിപൊളിയാണ്, ഈ പരിപാടി അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് നമുക്ക് ഹോങ്കോങ് എത്തുന്നതിന് മുമ്പ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തരുന്ന മീൽസ്, അതിൻ്റെ ഒരു സമയമാണിത്. അങ്ങനെ വൈഫൈ സർവീസ് ഇപ്പോൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. ഇനി നമുക്ക് ഇൻഫർടൈൻമെൻറ്റിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെ സിനിമകളുണ്ടെന്ന് നമുക്ക് നോക്കാം. സിനിമകളെന്ന് പറയുമ്പോഴത്തേക്കിനും സ്വാഭാവികമായിട്ടും ധാരാളം ചൈനീസ് പടങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ടാവും. ഹാപ്പി എൻഡ്, പിന്നെ സിന്നേഴ്സ്, ഇതെന്താണെന്നറിയില്ല. പിന്നെ കുറേ ചൈനീസ് പടങ്ങളുണ്ട് കേട്ടോ. ചൈനീസ് പടങ്ങളൊക്കെ അടിപൊളി പടങ്ങളാണ്. ചൈനീസ് പടങ്ങൾ, കൊറിയൻ പടങ്ങൾ, അതൊക്കെ കുറേ ഉണ്ടാവും. കാരണം കാത്തൈ പസഫിക് അല്ലേ. അതല്ലാതെ നമുക്ക് ഇന്ത്യൻ നല്ല ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇന്ത്യൻ എന്ന് പറയുമ്പോൾ മലയാളം ഒന്നുമില്ല, തമിഴ്, ഹിന്ദി ഈ 2 ഭാഷകളുണ്ട്. തെലുങ്കും ഉണ്ട്. കാരണം തമിഴൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ, കാരണം ഹോങ്കോങ്ങിലൊക്കെ ധാരാളം തമിഴ് വംശജർ ഒക്കെ ഉള്ളതാണ്. അപ്പോൾ തമിഴ് പടങ്ങളുണ്ട്. മലയാളം നെയ്യ്. എന്തായാലും രാത്രി ഫ്ലൈറ്റാണ്, നമുക്ക് ഇതൊന്നും കാണാൻ ഉള്ള സമയമോ കാര്യങ്ങളോ ഒന്നുമില്ല. കിടന്നുറങ്ങുക എന്നുള്ളതാണ്, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക എന്നുള്ളതാണ് രാത്രി ഫ്ലൈറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. എന്നിട്ട് ഫ്രഷായിട്ട് ഹോങ്കോങ്ങിൽ ഇറങ്ങി പോവാം. ഇനി നമ്മുടെ ബിസിനസ് ക്ലാസ്സിലെ മെനു കാർഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഭക്ഷണം ഞാൻ ഓൺലൈനായിട്ട് തന്നെ പ്രീ ബുക്ക് ചെയ്തായിരുന്നു. ഓൺലൈനായിട്ട് തന്നെ ഇവരുടെ മെനു ഒക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് നോക്കി ഞാൻ പ്രീ ബുക്ക് ചെയ്തായിരുന്നു. അസ്പരാഗസ് സൂപ്പ്, പിന്നെ ചിക്കൻ നൂഡിൽ സൂപ്പ്, മഷ്റൂം റിസോട്ടോ, പിന്നെ അത് വെജിറ്റേറിയൻ ഓപ്ഷനാണ്. പിന്നെ സ്റ്റിർ ഫ്രൈഡ് ബീഫ് വിത്ത് ഓണിയൻ, ഇന്ത്യൻ പ്രോൺ ബിരിയാണി റൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ ഒരു വിമാനത്തിൽ 2 മീലാണ് തരുന്നത്. ഒന്ന് നമുക്ക് ഡിന്നർ സെർവ് ചെയ്യും, പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാത്തവർക്ക് അത്രയും നേരം കൂടെ കിടന്നുറങ്ങാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഇത് ഡ്രിങ്ക്സ് മെനു ആണ്. ഡ്രിങ്ക്സ് മെനു എന്ന് പറയുമ്പോഴത്തേക്കിനും 40 മിനിറ്റിന് ശേഷം അവർ എന്തൊക്കെ ആൽക്കഹോൾ നമുക്ക് തരും, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു മെനു കാർഡാണ് ഈ കാണുന്നത്. സിഗ്നേച്ചർ ഡ്രിങ്ക്സ്, ബിയർ, പിന്നെ കോക്ടെയിൽ, വിസ്കി, പിന്നെ ജ്യൂസ്, സോഫ്റ്റ് ഡ്രിങ്ക്, കോഫി, ടീ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ചൈനീസ് ടീ ഒക്കെ ഉണ്ട്. പിന്നെ ഇത്രയും വൈനുണ്ട്. ഇതിനകത്ത് ചൈനീസ് വിമാനമായതുകൊണ്ട് തന്നെ നമുക്ക് ചൈനയുടെ ഇത്രയും ഭാഗങ്ങളിൽ നിന്നുള്ള, അതായത് ഷിൻജിയാങ്ങിൽ നിന്നുള്ള വൈനുണ്ട്. പിന്നെ ഇതേത് നിങ്ജിയ, ഈ പറഞ്ഞ ഇത്രയും സ്ഥലങ്ങളിൽ നിന്നുള്ള വൈനും സംഭവങ്ങളൊക്കെ ഈ ഒരു വിമാനത്തിൽ അവൈലബിൾ ആണ്. പിന്നെ ചൈനീസ് ഭാഷയിലൊക്കെ എഴുതിയിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും. പിന്നെ ഷാമ്പെയിന്, സ്പാർക്ലിംഗ് വൈന്, അങ്ങനെയുള്ള പല സംഭവങ്ങളും അവൈലബിൾ ആണ്. ഫ്രാൻസ്, പിന്നെ ഇത് ന്യൂസിലൻഡ് വൈൻ, പിന്നെ ഇത് ഫ്രാൻസിൽ നിന്നുള്ളത്, ഓസ്ട്രേലിയയിൽ നിന്നുള്ളത്. അത്യാവശ്യം പ്രീമിയം കളക്ഷൻ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട്. ഇനി ഞാൻ സീറ്റ് കാണിച്ചില്ല. സീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതാണ് നമ്മുടെ സീറ്റ്. ഇവിടെ ഒരു സ്പേസ് ഉള്ളതായിട്ട് ഞാൻ കാണിച്ചു. ഇവിടെ നമുക്ക് നമ്മുടെ ഇതാണ് സംഭവങ്ങൾ. ഇതൊന്നും കാണിച്ചില്ലല്ലോ. ഇത് നമ്മുടെ ബെഡ്ഷീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വേറെ എന്തെങ്കിലും സംഭവങ്ങളായിരിക്കും. നമുക്ക് ചെരുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഷൂസൊക്കെ ഊരി വെച്ചിട്ട് നമുക്ക് ബാത്റൂമിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇട്ടിട്ട് പോകാൻ വേണ്ടിയുള്ള ചെരുപ്പാണ് വെച്ചിരിക്കുന്നത്. ഇത് മിക്കവാറും ബ്ലാങ്കറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളായിരിക്കും. നോക്കട്ടെ, ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. ഇത് മറ്റേ കിടക്ക, ഇത് അവർ സെറ്റാക്കി തരും, നമ്മളെടുക്കണ്ട, ഇത് അവർ റെഡിയാക്കി തരും. ഇത് നമ്മുടെ സീറ്റിന് മുകളിൽ വിരിച്ച് സെറ്റാക്കുന്ന കിടക്കയാണിത്. തൽക്കാലം നമുക്ക് ഇവിടെ തന്നെ വയ്ക്കാം. ഇതാണ് നമ്മുടെ കാല് ഒക്കെ കയറ്റി വെച്ച് നമ്മൾ കിടന്നുറങ്ങുന്ന സ്ഥലം. പിന്നെ ഇവിടെ താഴെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ കാർഡും പിന്നെ ഒരു ഇൻഫ്ലൈറ്റ് മാഗസിനും ഉണ്ട് കേട്ടോ. ഇൻഫ്ലൈറ്റ് മാഗസിനുണ്ട്. ഞാൻ ആക്ച്വലി നല്ല ടയർഡെന്നല്ല, എനിക്ക് നല്ല ഉറക്കം വന്നിരിക്കുക. ഇപ്പം ഇന്ത്യൻ ടൈം ഇപ്പോൾ രാത്രി എത്രയാ, 1 മണി 2 മണി എങ്ങാണ്ടായി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഫുഡ് കഴിക്കാനുള്ള വിശപ്പില്ല, പക്ഷേ ഫുഡ് വാങ്ങിച്ചാലല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് ദ ബിസിനസ് ക്ലാസ് ടോയ്ലറ്റ്. വലിയ ഒരു മിററുണ്ട്. 84 ബിസിനസ് ക്ലാസ് സീറ്റുകൾ ഈ വിമാനത്തിലുണ്ട്. ഈ 84 പാസഞ്ചേഴ്സിന് 1, 2, 3, 4 ടോയ്ലറ്റ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഭാഗത്ത് 2 ഉണ്ട്, പിന്നെ ഫ്രണ്ടിൽ 2 ഉണ്ട്. ഭയങ്കര ഫാൻസി ടൈപ്പ് മിററൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ AC വെന്റിങ്ങനെ ഓൺ ആയിരിക്കും, അതിൻ്റെ കാറ്റാണ്. ഈ എയർബസ് 350 വിമാനങ്ങളുണ്ടല്ലോ, ഇതിന് ശരിക്കും അത്യാവശ്യം നല്ല സൗണ്ട് ഇൻസുലേഷൻ ഉണ്ട്. നമുക്ക് പുറത്തെ സൗണ്ട് അധികം കേൾക്കത്തില്ല. കുറച്ച് കമ്പാരിറ്റീവ്ലി ഇൻസുലേഷൻ ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് വാഷ്, പിന്നെ ഇവിടെ ആൻറ്റിസെപ്റ്റിക് ഹാൻഡ് ജെല്ല്, എല്ലാം ബാംഫോർഡിൻ്റെ സാധനങ്ങളാണ് കേട്ടോ ഇരിക്കുന്നത്. ബാംഫോർഡിൻ്റെ ഹൈഡ്രേറ്റിംഗ് ഫേസ് മിസ്റ്റ്, പിന്നെ ബോഡി ലോഷൻ, ഇത്രയും സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ടിഷ്യൂ പേപ്പറും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് ഫ്രഷ് ക്ലീൻ എയർക്രാഫ്റ്റ് അപ്രൂവ്ഡ് എയർ ഫ്രഷ്നർ ഇരിപ്പുണ്ട്. ഇവിടെ ഈ കാണുന്നത് നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് അവരെ ക്ലീൻ ചെയ്യാനും അവരുടെ പാമ്പേഴ്സ് മാറ്റാനും വേണ്ടിയൊക്കെയുള്ള ഒരു ടേബിള്. അങ്ങനെ എനിക്ക് ഷാമ്പയിൻ കൊണ്ട് തന്നു.
ഒരു ഗ്ലാസ്സിൽ അവർ സാധാരണ രീതിയിൽ അവർ കുപ്പിയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചാണ് ഒഴിക്കേണ്ടത്. അതാണ് അതിൻ്റെ ഒരു ഫീല്. പക്ഷേ ഇത് അവർ അവിടെ നിന്ന് ഒഴിച്ച് കയ്യിൽ പിടിച്ച് ഇവിടെ കൊണ്ടു തരികയായിരുന്നു. അതും പകുതി ഗ്ലാസ്സേ ഉള്ളൂ. പിന്നെ ഇത് എന്തോന്ന് ടച്ചിങ്സ് ആണെന്ന് തോന്നുന്നു, എന്തോ ഒരു സ്നാക്സും അതൊരു സ്പൂണും കൂടെ കൊണ്ടു തന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, മൈറ്റ് ബി സം കൈൻഡ് ഓഫ് ചിക്കൻ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ വൈഫൈ കണക്ട് ചെയ്തു. അടിപൊളി സ്പീഡുണ്ട് കേട്ടോ. യൂട്യൂബ് എടുത്തിട്ട് വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് നല്ല സ്പീഡുണ്ട്. സ്പീഡ് ടെസ്റ്റ് നോക്കിയപ്പോഴത്തേക്കിനും 10 Mbps 4 Mbps ഒക്കെ അപ്ലോഡ് സ്പീഡും ഡൗൺലോഡ് സ്പീഡൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സ്ട്രീം അത്യാവശ്യം യാത്രകൾക്കിടയിൽ അത് ധാരാളമല്ലേ. ബിസിനസ് ക്ലാസ് പാസഞ്ചേഴ്സിന് ഫ്രീ വൈഫൈ ആണ്. നമ്മുടെ സീറ്റ് നമ്പറും നമ്മുടെ ടിക്കറ്റിലെ സർനെയിമും കൂടെ കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഫുൾ ഫ്ലൈറ്റ് നമുക്ക് അത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ലിമിറ്റഡ് ടു സാറ്റലൈറ്റ് അവൈലബിലിറ്റി ആൻഡ് റെസ്ട്രിക്ഷൻസ്. അപ്പോൾ യെസ്, ഇതിന് ട്രേ ടേബിള് ഇതിനകത്തേക്കാണ് അടഞ്ഞു പോകുന്നത്. ഇത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിനകത്ത് അടഞ്ഞു പോകുന്ന ട്രേ ടേബിളാണ്. കമ്പാരിറ്റീവ്ലി ചെറിയ ട്രേ ടേബിളാണ്. നമ്മുടെ എയർ ഇന്ത്യയൊക്കെ എന്താ അടിപൊളി. എയർ ഇന്ത്യയുടെ 350 പുതിയതല്ലേ. എയർ ഇന്ത്യയുടെ 350 വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇത് എന്താ പറയുക, എയർ ഇന്ത്യക്ക് ഞാൻ 10 കൊടുക്കുമെങ്കിൽ ഇതിന് ഞാൻ 10 5 കൊടുക്കുകയുള്ളൂ, അത്രേ ഉള്ളൂ. ഇവൻ അമിനി ടിക്കറ്റ് പോലും എയർ ഇന്ത്യയുടെ എന്താ അടിപൊളി അമിനി ടിക്കറ്റാണ്. ഇതൊക്കെ ചെറിയ സാധനം. മെനു കാർഡൊക്കെ കണ്ടില്ലേ, ചുമ്മാ പേപ്പർ. ഇത് നമ്മുടെ അടിപൊളിയാണ്. ഇത് വെറുതെ പേപ്പർ, ചുമ്മാ പേപ്പർ, ഗ്ലോസി പോലും അല്ല. കാത്തേ പസഫിക് ഭയങ്കര പ്രീമിയം ഒക്കെ ആണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെ അത്ര പ്രീമിയം ഒന്നുമല്ല കേട്ടോ. നമ്മുടെ എയർ ഇന്ത്യയുടെ 350ക്ക് നമുക്കിങ്ങനെ അടയ്ക്കാവുന്ന ഡോറൊക്കെ ഉണ്ട്. ഇതിന് അതുപോലും ഇല്ല കണ്ടില്ലേ, ഇങ്ങനെ ഓപ്പണാണ്. പക്ഷെ പ്രൈവസി ഉണ്ട് കേട്ടോ. ഈ ബിസിനസ് ക്ലാസ്സിലെ പ്രൈവസി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ മറ്റൊരാളുടെ മുഖം കാണാൻ പാടില്ല. അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടർ കൊണ്ട് തന്നു. സ്റ്റാർട്ടർ എന്ന് പറയുന്നത് സ്മോക്ഡ് സാൽമണാണ്. പിന്നെ മറ്റേ ആസ്പരാഗസ് സൂപ്പ് ഉണ്ടായിരുന്നു, സ്മോക്ഡ് സാൽമൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്മോക്ഡ് സാൽമൺ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്മോക്ഡ് സാൽമൺ. നല്ല നീറ്റ് ട്രേയിൽ നല്ല അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്തു. ഒരു ലോഡ് സ്പൂണുണ്ട്. എന്തോരോ സ്പൂണാന്ന് നോക്കി. ഒരു കത്തി, 2 കത്തി, 3 കത്തി, 2 ഫോർക്ക്. ചെണ്ട പോലും നൈസ്. സ്മോക്ഡ് സാൽമൺ. എനിക്ക് സ്മോക്ഡ് ഫ്ലേവർ എല്ലാം ഇഷ്ടമാണ്. സ്മോക്ഡ് ഫ്ലേവർ ഡ്രിങ്ക് ആണെങ്കിലും സാൽമൺ ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. I'll go for this. Yeah. Thank you. Yeah, I need it. Thank you. ബ്രെഡ് കൊണ്ട് തന്നു. ഇതിനകത്ത് സാൽമൺ സ്മോക്ഡ് ക്രഷ് ചെയ്തതുകൊണ്ട് പിന്നെ അതല്ലാതെ പീസും ഉണ്ട്. ചില സമയത്ത് സാൽമൺ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് പണി കിട്ടാറുണ്ട്. ചില സമയത്ത് എനിക്ക് 1-2 തവണ കിട്ടിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, നല്ല. എൻ്റെ സ്റ്റാർട്ടർ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10-20 മിനിറ്റായി. അത് എടുത്തുകൊണ്ട് പോയി, വേറെ വന്നിട്ടില്ല. ഷാമ്പയിൻ തീർന്നത് റീഫില്ല് ചെയ്യണമെന്ന് പോലും ചോദിച്ചിട്ടില്ല. അവർ ആരുമില്ല ഇവിടെ. ആരെങ്കിലും ഉണ്ടോ ഗൈസ്? ആരുമില്ല ഗൈസ്. സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, പക്ഷേ സർവീസ് പോരാ. അങ്ങനെ എൻ്റെ മെയിൻ കോഴ്സ് കൊണ്ട് തന്നിരിക്കുകയാണ്. ഇത് സ്റ്റിർ ഫ്രൈഡ് ബീഫ് വിത്ത് ഒനിയൻ, അതാണ് സംഭവം. അതിൻ്റെ കൂടുതൽ ചോറുമുണ്ട്. യെസ്, അതിങ്ങനെ ഒരു സൂപ്പിൻ്റെ പോലത്തെ ഒരു ബൗളിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു കറി പോലത്തെ ഒരു സാധനമാണല്ലോ. ഈ സാധനം ചോപ്സ്റ്റിക്ക് വെച്ചെടുത്ത് കഴിക്കണം. ചോപ്സ്റ്റിക്കാണ് ഇവിടെ തന്നിരിക്കുന്നത്, സ്പൂണൊന്നുമില്ല. ചമി. നമ്മുടെ നാട്ടിലെ ബീഫ് കറി കഴിക്കുന്നവരുണ്ട്. നൈസ്. some cheese for dessert. No, I'll go for this. Yeah. You want me to put it aside? No. Thank you. Thank you. ഡെസേർട്ടിൽ 2-3 ഐറ്റം ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ അതൊന്നും കഴിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു. സ്ട്രോബെറിയും പിന്നെ പൈനാപ്പിൾ, വാട്ടർമെലൺ, പിന്നെ മറ്റേ കിവി. ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇത് എടുത്തുകൊണ്ട് പോകാനായിട്ട്
ഈ കോൾ ബട്ടൺ ഞെക്കിയിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റായി, ആരും വന്നിട്ടില്ല. നമുക്ക് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ഡു നോട്ട് ഡിസ്റ്റർബ് ഒക്കെ എനേബിൾ ചെയ്തിടാം. പിന്നെ ഇനിയിപ്പോൾ ബിഫോർ ലാൻഡിങ് എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് വേക്കപ്പ് സർവീസ് കൊടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം അവർ വന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് പോയി. ഞാൻ പല്ല് തേക്കാൻ വേണ്ടി വന്നതാണ്. പല്ല് തേച്ചിട്ട് കിടന്നുറങ്ങാം. പല്ല് തേച്ചിട്ട് ഉറങ്ങാൻ പാടുള്ളൂ എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല്ല് തേച്ച് വന്നപ്പോഴത്തേക്കിനും എൻ്റെ ബെഡ് ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കൊള്ളാനുള്ള സംഭവം. ഇത് താഴെ ഒരു സാധനമുണ്ട്, ഇത് കണ്ടല്ലേ, ഇത് നമ്മളെ സീറ്റിൻ്റെ മേളിൽ ഇവരിങ്ങനെ വിരിക്കും, പിന്നെ പില്ലോ വയ്ക്കും. ഇത് നമ്മുടെ ബ്ലാങ്കറ്റ്. ഈ ബ്ലാങ്കറ്റ് ഇട്ടിട്ട് കുറച്ചും കൂടി കിടന്നുറങ്ങാം. വിമാനത്തിൽ കിടന്നുറങ്ങുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് കിടന്നുറങ്ങണം എന്നാണ്. ഇത് ഉറങ്ങുന്ന സമയത്ത് ഇടാൻ വേണ്ടിയുള്ള സീറ്റ് ബെൽറ്റാണ്. കാരണം എന്തെങ്കിലും ടർബുലൻസോ വല്ലതും വന്നു കഴിഞ്ഞാൽ ദിസ് ഈസ് ഫോർ അവർ ഓൺ സേഫ്റ്റി അല്ലേ. ഇതും ബാംഫോർഡിൻ്റെ, എനിക്ക് വയ്യ. ഇത് കണ്ടോ, ബാംഫോർഡിൻ്റെ സെയിം ബ്ലാങ്കറ്റൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അതൊക്കെ ബ്രാൻഡഡാണ് ഗൈസ്. നമ്മുടെ എയർ ഇന്ത്യയിൽ നമുക്ക് രാത്രിയിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പൈജാമ സെറ്റ് വരെ തരും. ഇതിനകത്ത് അതുപോലും ഇല്ല. വെച്ച് നോക്കുമ്പോഴത്തേക്കിന് എയർ ഇന്ത്യ സൂപ്പർ ആട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ് സ്പേസ്. ഇന്ന് രാത്രിയിൽ നമുക്കിനിപ്പോൾ ഒരു 6 മണിക്കൂർ കഷ്ടി കിടന്നുറങ്ങാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വിളിക്കും. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലാൻഡിങ്ങിന് തൊട്ട് മുന്നേ അവർ വിളിക്കുകയുള്ളൂ. നമുക്ക് ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ സുഖമായിട്ട് ഉറങ്ങാം. ലൈറ്റ് ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ ബാക്കി ലൈറ്റ് അവർ ഓഫ് ചെയ്യണം. ഇത് കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലസ്ട്രോഫോബിക് ആണ്. പിന്നെ ഇതിങ്ങനെ തുറന്ന് മലർന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു സുഖം കിട്ടുന്നില്ല. പക്ഷേ ഉറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഉറങ്ങുവാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ ഈ ബെഡ് കിടന്നിട്ട് എന്തോ പോലെ. ഞാൻ അപ്പുറത്തുനിന്നൊരു പില്ലോയും കൂടെ എടുത്ത് നോക്കാം. ലെറ്റ്സ് സീ. എന്തായാലും ഗുഡ് നൈറ്റ് ഗൈസ്. ഞാൻ എൻ്റെ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ രാവിലെ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും പറയാം. പീസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ അടിപൊളിയായിട്ട് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇനി 35 മിനിറ്റ്സ് ടു ലാൻഡിങ്. എനിക്ക് സമയമായി. നമ്മളിനി 20 മിനിറ്റ് ലാൻഡ് ചെയ്യും. പൈലറ്റ് അനൗൺസ് ചെയ്തു ഹോങ്കോങ്ങിൽ എന്തോ ടൈഫോണോ എന്തോ സംഭവമുണ്ട്, അതുകൊണ്ട് കുറച്ച് ബമ്പി ആയിരിക്കും, ആ ഭാഗത്ത് എന്തോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇവിടെ മൊത്തം ക്ലൗഡി ആട്ടോ. ഇത് ഒന്നും കാണുന്നില്ല, പുറത്തും കാണുന്നില്ല, ഇതിനകത്തും കാണുന്നില്ല, ഫുള്ള് മേഘങ്ങൾ. ആ കാണുന്ന പാലം കണ്ടു. ആ പാലം വന്ന് കടലിനടിയിലേക്ക് ഇറങ്ങി പോകുന്ന കണ്ടില്ലേ, അത് ഹോങ്കോങ്ങിൽ നിന്നും മക്കാവിലേക്ക് പോകുന്ന പാലമാണ്. അത് ഭയങ്കര ഒരു സംഭവമാണ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല അതിൻ്റെ മേളിൽ കൂടെ, പക്ഷേ അത് അടിപൊളി സംഭവമാണ്. അത് കുറച്ച് ഭാഗം കപ്പലുകൾക്ക് പോകുന്നതിന് വേണ്ടി കടലിനടിയിൽ കൂടെ ടണലടിച്ച് പോകും. ബാക്കിയുള്ള സമയങ്ങളിലല്ലാതെ പാലമായിട്ട് പോകും. ഹോങ്കോങ് നഗരത്തിൽ കടൽ നികത്തി ഉണ്ടാക്കിയ എയർപോർട്ട് റൺവേ ആണ് ഈ കാണുന്നത്. ആ എയർപോർട്ടിലേക്കാണ് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ? അത് പൊളിച്ചു. നല്ല കിടിലൻ വ്യൂ. ഈ വ്യൂവും കാണാം, നമുക്ക് ഇങ്ങനത്തെ ഒരു വ്യൂവും കാണാം. നമുക്ക് തൽക്കാലം ഇത് കാണാം. ടയർ മുട്ടുന്ന കാണാമല്ലോ. അടിപൊളി. പുറത്ത് നല്ല മഴ പെയ്ത് കിടക്കുക. അത് പൊളിച്ച് അരിഞ്ഞ് ഈ മഴ പെയ്ത് കിടക്കുമ്പോൾ തെന്നില്ലെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. അടിപൊളി, നല്ല സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു. വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാം എടുത്തൊന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഞാൻ ഈ അടുത്തെങ്ങും ഒരു വിമാനയാത്രയിൽ ഇത്രയും സുഖമായിട്ട് ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ നല്ല ടയേർഡായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. അതുകൊണ്ട് തന്നെ വളരെ അടിപൊളിയായിട്ട് ഞാൻ കിടന്നുറങ്ങി. അങ്ങനെ നമ്മൾ ഇറങ്ങുന്നു ഹോങ്കോങ് നഗരത്തിൽ. താങ്ക് യു, ബൈ. താങ്ക് യു, ബൈ. ഹോങ്കോങ്ങിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഹോങ്കോങ് ഗൈസ്. അങ്ങനെ നമ്മൾ സിംഗപ്പൂരല്ല ഹോങ്കോങ് എത്തി. ട്രാൻസിറ്റ് എല്ലാം കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് വന്ന്. ഇവിടെ നിന്ന് മൊത്തം മഴയാണെന്ന് തോന്നുന്നു. എനിക്കിവിടെ ആക്ച്വലി 8 മണിക്കൂർ ലേ ഓവറുണ്ട്. എനിക്ക് വേണമെങ്കിൽ പുറത്തേക്ക് പോകാം, കാരണം ഞാൻ പ്രീ അറൈവൽ കാർഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ തിരിച്ചിങ്ങോട്ട് വരുന്നുമുണ്ട്. എനിക്ക് വേണമെങ്കിൽ പുറത്തേക്ക് പോകാം, പക്ഷേ ഞാനിപ്പോൾ പുറത്തേക്ക് പോകുന്നില്ല, കാരണം എനിക്ക് കുറേ പണി ചെയ്ത് തീർക്കാനുണ്ട്. എനിക്ക് നമ്മളടുത്ത കരീബിയൻ വെസ്റ്റ് ഇൻഡീസ് യാത്രയല്ലേ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഉള്ള നമ്മുടെ കുറേ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും അങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയുണ്ട്. സോ അതൊക്കെ എനിക്ക് വീട്ടിൽ ചെയ്യണം.
അപ്പോൾ ഇനിയിപ്പോൾ രാത്രിയിലാണ് അടുത്ത ഫ്ലൈറ്റ്. എന്തായാലും ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത ദിവസം കാണാം. എന്തായാലും കാത്തൈ പസഫിക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ തന്നെ പറയണം, അല്ലാണ്ട് ഇപ്പോൾ ഞാൻ എന്നാ ചെയ്യാം. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, മാക്സിമം അവരുടെ ട്രൈ ചെയ്തു. ബട്ട് ഇറ്റ് വാസ് നൈസ്, സംഭവം അടിപൊളിയായിരുന്നു. സോ സീ യു ടുമോറോ വിത്ത് അനദർ വീഡിയോ. അതുവരേക്കും ബൈ.